ഈ ആളാരാന്നറിയോ? തൊട്ടിൽ കിടക്കണ പോലെ കിടക്കണ തെങ്ങിൻ്റെ മേളിൽ മരപ്പെട്ടി കയറിയിരിക്കും. വേണ്ട. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മീൻപിടുത്ത് ഒരു പരീക്ഷണം കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഈ പുഴയിലെ വേലിയേറ്റവും വേലിയിറക്കുണ്ട്. അപ്പോൾ ഈ ഇറക്ക സമയത്ത് ഒരു കുറച്ച് നേരത്തേക്ക് വെള്ളം തെളിയുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല കലക്കലാട്ടോ. അപ്പോൾ ഈ സമയം എന്തോരം മീൻ പിടിക്കാവോ അത്ര മീൻ പിടിച്ചോളാം. എന്തോരം മീൻ പിടുന്നാൽ കിട്ടുവാണെങ്കിൽ കിട്ടുന്ന അത്ര മീൻ പിടിച്ചോളാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇറക്കം ചെറുതായിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. കിട്ടുന്ന എത്ര മീനാണോ അത്ര മീൻ നമുക്ക് പിടിക്കാവേ. ഇത് ഞങ്ങളുടെ കുളിക്കടവാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ വള്ളം കിടക്കണം. ഇപ്പോൾ ദേ നല്ല ഇറക്കമായിട്ട് ഇത് കണ്ട, വെള്ളം വരികണ്ട. എന്നാലും കുഴപ്പമില്ല, വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ കലക്ക വെള്ളം വരും. അപ്പോൾ അതിന് മുമ്പ് പോയി നമുക്ക് നമ്മുടെ പരിപാടി നടത്താം. കിട്ടുന്ന എന്തോരം മീൻ കിട്ടുമോ അത്ര മീൻ നമുക്ക് പിടിക്കാൻ പറ്റും നോക്കാവേ. ഒരു കരിമീൻ നിൽപ്പുണ്ട് കേട്ടോ. കിട്ടുവാണെങ്കിൽ ആദ്യത്തെ മീൻ, കിട്ടിയില്ലെങ്കിൽ എപ്പോഴെങ്കിലുമായിട്ട് കിട്ടുമായിരിക്കും. എന്നുള്ള അവനെ ആ കമ്പിൻ്റെ അടിയിലാണ്. നോക്കട്ടെ. ഓടല്ലോ ഓടി വലക്കാത്ത കയറി. വലക്കാത്ത കയറിയിട്ടുണ്ട്. ഇനി കുക്കി എടുക്കുമ്പോൾ അയ്യോ അത് പണിയാട്ടോ. വല മറിഞ്ഞ് കിടക്കുവാണേ. അവനത് പോയാൽ പോയി. കയറി അയ്യോ നീ വലക്കാത്ത കിടക്കണ്ട. പക്ഷെ എന്നാ വെച്ചാൽ കമ്പുള്ളതുകൊണ്ടേ നേരെ പൊക്കാൻ പാടാം. അയ്യോ പോലെ അവന് വെട്ടി താഴാനുള്ള പരിപാടി കാണിക്കുന്നുണ്ടോ? പോകും മിക്കവാറും. പോരട്ടെ. ഹമ്പോ ഇതുണ്ട്, ഈ കമ്പ വിഷയം. ഇതുണ്ട് ഹമ്പോ, ഈ കമ്പുള്ളതുകൊണ്ടേ അത് നമുക്ക് കൃത്യമായിട്ടത് മടക്കാൻ പറ്റില്ല. എന്താണ് കിട്ടിയ സാധനത്തിന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുക കേട്ടോ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥിരം ആൾ കേട്ടോ, ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞ്. കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ അധിക രാത്രി ആ പെര തേടാൻ ഇറങ്ങിയിരിക്കണതാണ്. വന്നിരിക്കണുണ്ടോ നോക്കട്ടെ, അടുത്തോട്ട് പോയി കാണാൻ പറ്റും. കാണാവേ. ഇത് കണ്ടതേ, അടുത്ത് വന്നപ്പോൾ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ചെറുപ്പക്കാരനാണ് പുള്ളി. നേരെ ആ കല്ലിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കും കേട്ടോ. അത്യാവശ്യം നീളമൊക്കെ ഉള്ള ആളാണ്, ചെറിയ വലിപ്പമൊക്കെ ഉണ്ട്. അടുത്ത യുവരാജാവാകാനുള്ളവനാണ്. വലുതായി വാ ഒന്നവിടെ ഇരുന്നോ കേട്ടാ. ഈ കാണുന്ന കമ്പനിയുടെ ഒരു കരിമീനെ കൂടി കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. എന്നാ വെച്ചാൽ അത് കോരിയെടുക്കുക ഇച്ചിരി റിസ്ക് ആയിരുന്നു. കാരണം വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. പെട്ടെന്ന് അവനെ ഞാൻ കോരിയെടുത്തു. ഇതിൻ്റെ അകത്താണ് നിന്നിരുന്നത്. ഇച്ചിരി ഒഴുക്കുള്ള കാരണം പാടായിരുന്നു. ഇതിനും കിട്ടിയവനാ. വെള്ളം പെട്ടെന്ന് കലക്കലായിരുന്നു. എന്നാ വെച്ചാൽ ഈ ഇറക്കം വരുമ്പോഴേ, ഇപ്പോൾ ഇറക്കമാണ്, വേലിയിറക്ക സമയമുണ്ട്. ഇപ്പോൾ ഇറക്ക സമയമായപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, നെൽപ്പാടത്തു നിന്നൊക്കെ വെള്ളം അടിച്ചിറക്കുക കൃഷിക്ക് വേണ്ടിയിട്ട്. ആ വെള്ളം ദേ കലങ്ങി വരുന്ന കേട്ടോ. ഇവിടെ കൊഞ്ചിരിപ്പുണ്ട്. അയ്യോ പോൻ. പോയില്ല. ഞാനിവിടുത്തെ പാഞ്ഞങ്ങ് പോയപ്പോഴേ കമ്പിന്ന് പോയിന്നാണ് ഓർത്ത്. പാഞ്ഞങ്ങ് ആ ചവറിനകത്ത് കയറി. ഇവിടെ ഇരുന്ന കേട്ടോ. ഇവിടുന്ന് പാഞ്ഞ് ആ ചവറിനകത്ത് കയറിയപ്പോൾ പോലും ഒറ്റ കുത്തങ്ങ് വെച്ച് കൊടുത്ത്. ആ പോയ പോക്കിന് കണ്ട് എന്താ മുഴുത്ത കൊഞ്ച, നല്ല താമരക്കാലം കൊഞ്ച കേട്ടോ. അപ്പോൾ കൊഞ്ചിൻ്റെ സീസണൊക്കെ കഴിഞ്ഞിരിക്കുക. കാരണം ഇപ്പോൾ പഴയ പോലെ ഒന്നും ഇല്ല. ഇടയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടുള്ളൂ. കിട്ടണമെന്ന് നമ്മൾ കളഞ്ഞ ശരിയായല്ലോ. അപ്പോൾ ഇവനെയൊന്നും കൊടുക്കില്ല കേട്ടോ. വീട്ടിൽ കൊണ്ട് ഇടിച്ച് പറക്കും. ഇത് കണ്ടോ, നമ്മുടെയൊക്കെ നാട്ടുകാരെ ഒരിക്കലും നന്നായിരുന്നു പറഞ്ഞ് വെറുതെ അല്ല കേട്ടോ. ഈ കഴിഞ്ഞ ദിവസമല്ല, ഒരു കുറച്ച് നാൾ മുമ്പ് തന്നെ നമ്മുടെ ഇറിഗേഷൻ്റെ ഇതിൽ ഈ പുഴയുടെ സൈഡ് മൊത്തം ഇങ്ങനെ തെളിച്ചതായിരുന്നു. പിന്നെ ആൾക്കാർ കണ്ട ഇവിടെ നിന്ന് ചപ്പും ചവറെല്ലാം വെട്ടി തോട്ടിട്ടിരിക്കുക. വെറുതെ അല്ല നമ്മുടെ നാട് നന്നാകത്ത്. ആദ്യം നാട്ടുകാർ നന്നാണം, എന്നാലേ നാട് നന്നാവുള്ളൂ. ഈ കുളിക്കടവിൽ ഒരു കൊഞ്ചിരിപ്പുണ്ട്. മുറ്റു കൊഞ്ചാണ്. ഇല്ലിരിക്കും കണ്ട. അപ്പോൾ അവനിട്ടൊരു പണി കൊടുക്കാവേ. ഇത് വേറെ ആമയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് ആമേനൊന്നും വേണ്ട, നമുക്ക് കൊഞ്ചിന് മതി. ഇതേ ഇരിക്കണ്ട. കുത്തുകൊണ്ട് ഞാൻ പോരട്ടെ. ഇതുപോലത്തെ 5-6 കൊഞ്ച് കൂടി പോരട്ടെ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇടിച്ച് പറക്കാം. പോരട്ടെ. വേണ്ട, കിടിലം കൊഞ്ച് ഇടിച്ച് നമ്മൾ വറക്കും മരെല്ലാം കൊണ്ട്. ഇത് പഞ്ഞിക്കൊഞ്ചാന്ന് തോന്നുന്നു കേട്ടോ. പടം പൊഴിഞ്ഞ കൊഞ്ചാന്ന് തോന്നുന്നു. നാളിലെണ്ണ കൊണ്ട തകർത്തേക്കാം നമുക്ക്. ഈ പുള്ളിനെ പരിചയമുണ്ട. ഇതാണ് കോമൺ കിങ് ഫിഷർ, അതായത് നീലപ്പൊന്മാൻ എന്ന് പറയും. സാധാരണ പൊന്മാൻ വർഗത്തിൽപ്പെട്ടത് തന്നെ ഏറ്റവും ചെറിയൊരു പൊന്മാനാണ് ഇത്. കോമൺ കിങ് ഫിഷർ നീലപ്പൊന്മാൻ. ഇതിവിടെ നമ്മുടെ പഴയ ആ കരിമീനും കുഞ്ഞും നിൽപ്പുണ്ട് കേട്ടോ. ഇതേതാണെന്നറിയോ, നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചാൽ വെള്ളത്തിന് അടിയിൽ പോയി കരിമീൻ മുഴുത്ത കുഞ്ഞുങ്ങളായിട്ട് നിൽക്കണം. നിൽക്കണ കേട്ടോ ആ കരിമീൻ. ഇതിൻ്റെ അടിയിൽ കരിമീൻ നിൽപ്പുണ്ട്, ആ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട് മുഴുത്ത കഞ്ഞിന്ന്. അതിൻ്റെ പറ്റ തന്നെ കരിമീൻ നിൽപ്പുണ്ട്. നമ്മുടെ സ്ഥിരം ഒരാളെയും പിടിച്ചില്ലേ, നമ്മുടെ വീഡിയോക്കകത്തൊരു കംപ്ലീറ്റ് ആയല്ലേ വീഡിയോ. അത് കാരണം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാണിയാതെ മൊത്തത്തിനും പിടിക്കും കേട്ടോ. പക്ഷേ ഇത്ര നേരം നോക്കിയിരുന്നാൽ ഇപ്പോഴാണ് ഒരാളെ കിട്ടിയത്. ഇതിൻ്റെ അടിയിൽ ഒരു കരിമീൻ നിൽപ്പുണ്ട്.
ഈ കുറ്റിയുടെ അടിയിലായിട്ട്. പക്ഷെ അവനെ കോരിയെടുക്കൽ പണിയാന്ന് തോന്നാണ്. ഇതുണ്ട് ഇതിൻ്റെ അടിയിലാണ് നിൽക്കണം. മിക്കവാറും ഓടും. ഇതിൻ്റെ അടി മുഴുത്ത കരിമീനാ. പോയാ പോണു പോലെ നേരെ വലക്കത്ത് കയറി ആ വലക്കത്ത് കയറി. അയ്യോ വേണ്ട, ആ കുറ്റിയുടെ അടിയിലായിരുന്നു കേട്ടാ. ഞാൻ ഓർത്ത് പോകുന്നു. ഉണ്ടാവും കിടിലം കരിമീനാ. ആ എന്താണ് കിട്ടി കേട്ടാ, മുറ്റ് കരിമീൻ. നല്ല ഒഴുക്ക്, ഇറക്കത്തിൻ്റെ ഒഴുക്ക് പിടിച്ച കാരണം പായൽ കണ്ട, പായൽ മൊത്തം ഒഴുകി പോവുക കേട്ടാ. ഒരു കരിമീൻ പോണ പോക്ക് കണ്ട, പുള്ളി പമ്മി പോവാണ്. പോവല്ലേ അയ്യേ ഇവിടെ പാളി താന്നിരിക്കണ്ട. പുള്ളി വല കയറിയതായിരുന്നു, കയറിയില്ല, വല കയറാണ്ട് പാളി പോയി ഇല്ല ഇരിക്കണണ്ട, താന്നിരിക്കണാണേ. പൊങ്ങട്ടെ കേട്ടാ. ഇതേ പതിയെ പുള്ളി പുറത്തിറങ്ങി, ചെളിക്കകത്ത് പമ്മി ഇരുന്നിട്ട് പതിയെ പുറത്തിറങ്ങി കേട്ടാ പുള്ളി. ഇനി പോവാതിരുന്ന അയ്യേ പിന്നെയും താന്നു ശേ വരക്കത്ത് കയറിക്കോ. അയ്യോ ശേ എന്നാ സംഭവിച്ചെന്ന് അറിയാമല്ലോ കേട്ടാ, മൊത്തം കലക്കി. ശേ എവിടെ പോയിന്ന് കണ്ടില്ലല്ലോ. അയ്യേ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോലെ അഹങ്കാരമായിപ്പോ എനിക്ക്. നശിപ്പിച്ച്. പിന്നെ ആ ചെടി താന്നിട്ടുണ്ട് കേട്ടോ. അവൻ പൊങ്ങും നോക്കട്ടെ. ഇനി അഹങ്കാരം പറയല്ല, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ഇത് അവൻ താഴത്തിറങ്ങി നിൽപ്പുണ്ട് കേട്ടാ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവൻ താഴത്ത് വന്നിരിക്കണേ. ദൈവമേ പോകല്ലേ. അഹങ്കാരം കാണിച്ച് 2 പ്രാവശ്യവും വലയെ വന്ന് കയറിയിട്ടും കളഞ്ഞതാണ്. ഇനി പോലെ ആ കയറിയിട്ടുണ്ട്. അങ്ങനെ അവനെ കിട്ടി കേട്ടാ. അയ്യോ എൻ്റെ പൊന്നെ, അവൻ പോയതായിരുന്നു. കിട്ടി. പിന്നെ നമ്മളൊരു പുതിയ ടോർച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി ടോർച്ച് മേടിച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോഴേ ഇതേ നമ്മുടെ പുതിയ ടോർച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ പുതിയ എടുത്ത ടോർച്ചാണ് ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വെച്ചേരെ. ഓൺലൈനിൽ കിട്ടുമെന്ന് നമുക്കൊന്ന് തപ്പി നോക്കിയേരെ. ഉണ്ട്, ഇതാണ് എൻ്റെ നമ്പരും പേരൊക്കെ. സംഭവം കിട്ടില്ല ടോർച്ചാണ് കേട്ടോ. ഇത് ചാർജ് ആകാൻ എനിക്ക് തോന്നുന്നു 1.5 ദിവസം വേണം കേട്ടോ ചാർജ് ആകാൻ. അതുപോലെ ഇതിൻ്റെ ചാർജ് ഇറങ്ങിപ്പോകാൻ ഒരു 2 ദിവസമെങ്കിലും വേണ്ടി വരും. ഞാനിത് 3-4 ദിവസമായി മേടിച്ചിട്ട്. എന്നിട്ട് ഞാനിതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ടോർച്ചിൻ്റെ ചാർജ് തീർന്നു കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഇത് പരീക്ഷ നടത്താൻ ആദ്യത്തെ ദിവസം ഞാൻ നോക്കിയായിരുന്നു. ഒരു 7 മണി തൊട്ട് രാവിലെ ഒരു 3 മണി വരെ ഞാൻ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്തു. അതായത് ഇതിൻ്റെ ഹൈ പവറിട്ട് യൂസ് ചെയ്തിട്ടും അതിൻ്റെ ചാർജ് ഇറങ്ങിയിട്ടില്ല. ഇത് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ചാർജ് ചെയ്യാണ്ട് ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കണം. ഒരു 2 ദിവസം എൻ്റെ കണക്കൂട്ടാണ് 2 ദിവസം ഇതിൻ്റെ ഫുൾ ചാർജ് നിൽക്കും. കിടിലൻ ടോർച്ച് കേട്ടോ. ഇതിൻ്റെ വെട്ടം ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ട, ഇതിപ്പോൾ ലോ പവറാണ്, അതായത് ലോ വെളിച്ചമാണ് ഇട്ടിരിക്കണേ. ഇതിൻ്റെ വെളിച്ചം കണ്ട, എന്നാ വെളിച്ചം നോക്കി. ഇതിൻ്റെ ഹൈ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഹൈ പവർ. 3 ഇതുണ്ട്. ഇതിപ്പോൾ ചെറിയ വെട്ടം. ഇത് കണ്ട, പവർ കൂടിയ വെളിച്ചം. കിടിലൻ സാധനമല്ലേ, എന്നോ വെളിച്ചം നോക്കിയേ. കിടിലൻ ടോർച്ച് ചേട്ടാ. അപ്പോൾ ഇതിൻ്റെ വില 1500 കേട്ടോ. ഇത് എനിക്ക് കടയിൽ നിന്നൊന്നും പ്രൊമോഷൻ തന്നല്ല, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ടോർച്ചാണ്. 1500 കേട്ടോ ഇതിൻ്റെ വില. കിടിലൻ ടോർച്ച്, ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിയിട്ട് എല്ലാവരും മേടിച്ചോട്ടാ. ഒന്നും പറയണ്ട, കിടിലൻ ടോർച്ച് ചേട്ടാ. 3 വെട്ടമുണ്ട്. ഇത് കണ്ട, ഇതിൻ്റെ ഹൈ പവർ, പിന്നെ മറ്റേ ഡിം അടിക്കണം, സാധാ ഇതുപോലെ തന്നെ. ഇത് ലോ ആയിട്ട് ഇത് ഹൈ ആണ്. ഇത് കിടിലൻ ടോർച്ച് കേട്ടാ. അപ്പോൾ ഒന്നും നോക്കണ്ട, ധൈര്യത്തോടെ എല്ലാവരും മേടിച്ചോ. ഇത് നമ്മുടെ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം കേട്ടോ. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ ഹൈ പവറാണ് ഇതിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ലോ പവർ, ഇത് പിന്നെ ഡിം അടിക്കാൻ സൈസ് സാധനം തന്നെ ഇതിൻ്റെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈ പവർ കേട്ടോ. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത്. ഞാൻ പറയില്ല, കടയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും അയച്ചു തന്നില്ലേ, കൊറിയർ അയച്ചു തരുന്നതൊക്കെ നമ്പർ തന്നില്ല. ആ ടോർച്ചാണ്, ഹെഡ്ലൈറ്റാണ് ഇത് കേട്ടോ. ഇതിൻ്റെ വെളിച്ചാണ് ഈ കാണുന്നത്. ഇത് നല്ല കിടിലൻ ടോർച്ച് കേട്ടോ. ഇതൊരു 5 മണിക്കൂറാണ് അവർ 8 മണിക്കൂർ പറയുന്നുണ്ട്. പക്ഷേ ഒരു 5 മണിക്കൂർ കൃത്യമായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉറപ്പ് തന്നെയുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറേ പേര് മേടിച്ചിട്ട് കംപ്ലൈൻ്റ് ആയെന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താ സംഭവിച്ചാൽ ഇതിൻ്റെ ചാർജർ എണ്ണ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സാധാ മൊബൈൽ ചാർജ് ചെയ്യണ ചാർജർ പോലത്തെ ചാർജറാണ്. അപ്പോൾ മൊബൈൽ ചാർജറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും കേട്ടോ. കപ്പാസിറ്റി കുറവായാലും കൂടിയാലും അടിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ തന്നെ ചാർജർ യൂസ് ചെയ്താലേ ഇതിൻ്റെ ശരിക്കുള്ള ഈ ലൈഫ് നിൽക്കുകയുള്ളൂ. അത് വേറെ ആരും മണ്ടത്തരം കാണിക്കരുതേ. ഈ അഹങ്കാരം ആപത്താന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ. ഇടയ്ക്കൊക്കെ എനിക്ക് കുറച്ച് അഹങ്കാരം കൂടും, അന്നേരം 8ൻ്റെ പണി എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ അവൻ പോയതായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അവൻ താന്നിട്ട് പിന്നെയും പൊങ്ങി ഒന്നാറ് രക്ഷപ്പെട്ട്. നമുക്കൊരു പണിയാണ്. നമുക്ക് ഈ കിട്ടിയ കരിമീച്ചാരൊക്കെ എടുത്തിട്ട് നമുക്ക് വലക്കാത്ത് കയറ്റി ഇട്ടിട്ട് നമുക്ക് പോവാം. എന്നാ വെച്ചാലേ ഇല്ലെങ്കിൽ ഇത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇവന്മാർ ചത്തുപോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാവേ. അതുകൊണ്ട് അടിപൊളി ഒരു കാഴ്ച. ഒരു തെങ്ങിൻ്റെ മേളിൽ മരപ്പെട്ടി കയറിയിരിക്കാം കേട്ടോ. പുള്ളി തേങ്ങ പറിക്കുമെന്ന് തോന്നുന്നു. അതിന് വേറെ വല്ല പരിപാടി ഒപ്പിക്കാൻ അറിയാമല്ലോ. ഇല്ലേ, തെങ്ങിൻ്റെ മേളിൽ കണ്ട ആ മടലിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു ചെറുമീൻ പോണ ചെറുമീൻ. അയ്യേ കൊണ്ടില്ല.
കുത്തിയാൽ മതിയായിരുന്നു. ഉയ്യുതി അവിടം വരും ചെന്ന്. ഹോ, ഒരുപാട് മുഴുത്തൊന്നുമല്ല, എന്നാലും മണ്ടത്തരായിപ്പോയി. കരിമീനും വന്ന് ആറ്റുചെമ്പലിയും വന്ന്. നമുക്ക് കരിമീൻ മതി. കയറി 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 പോലെ. അയ്യാ, ആറ്റുചെമ്പലി പോരട്ടെ. കരിമീൻ പിടച്ച് ഓടിപ്പോയി. അപ്പോൾ അതിൻ്റെ പൊക്കത്തിരുന്നത് ഈ ആറ്റുചെമ്പലിനെ കോരിയും എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇരിക്കണം മറ്റേ പുതിയ ടോർച്ച കേട്ടോ. നമ്മുടെ ആ ഹെഡ്ലൈറ്റ് ഞാൻ മാറ്റി ഇപ്പോൾ പുതിയ ടോർച്ച് എടുത്ത്. അപ്പോൾ അതിൻ്റെ പവറാണ് ഈ കാണുന്നത്. നല്ല കിടിലം വെളിച്ചം കേട്ടോ പുതിയ ടോർച്ച്. ഒരു വലിയൊരു ആറ്റുചെമ്പലിയാണ്. ഒന്ന് കോരാൻ പറ്റുമോ നോക്കട്ടെ. എപ്പോഴും കുത്തിയല്ലേ നമ്മൾ എടുക്കണം. ഒന്ന് കോരി നോക്കട്ടെ. കയറി 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 വേണ്ട, കിടിലം സാധനം. പോരട്ടെ പോരട്ടെ, വേണ്ട വേണ്ട. സാധാരണ എപ്പോഴും നമ്മൾ കുത്തിയല്ലേ എടുക്കണം. ഇവനെ ഞാൻ കോരി എടുത്തു. അതുകൊണ്ടാ എന്നാ മുറ്റു സാധനം നോക്കിയേ. കിടിലം സാധനത്തിന് കിട്ടിയേട്ടാ. അവിടെ വേറൊരു കരിമീൻ നിൽപ്പുണ്ട്. അവൻ ആ ഓലയുടെ അടിയിലോട്ട് കയറി പോവാ. പോലെ 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 കയറി. അവനെ അതിൻ്റെ അകത്തോട്ട് കയറി പോവായിരുന്നു. കിട്ടി കിട്ടി. ഇവിടെ നല്ല കലക്കലായി. അപ്പോൾ ഇത് കണ്ട ഒന്നും കാണാൻ മേലാത്ത രീതിയിൽ കലക്കലായി. നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, നല്ല തെളിവുള്ള സ്ഥലമുണ്ട്. അവിടെ പോയി നോക്കാം. ഭാഗ്യമുണ്ട് അവിടുത്തെ ചെറുമീനെ കിട്ടും. ചെറുമീനും വേറെ ഇഷ്ടം പോലെ മീനൊക്കെ ഉള്ളതാണ്. കുറച്ച് ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ പിടിക്കും തുഴഞ്ഞിവിടെ എത്താൻ. എന്നാലും അങ്ങോട്ട് പോവാം. എന്നാലും നമുക്ക് മീൻ കിട്ടുള്ളൂ. ഇവിടുത്തെ വെള്ളം എങ്ങനെയുണ്ട്? അല്ല കണ്ണിനീര് പോലത്തെ വെള്ളം. മീനൊക്കെ എന്നെ അടിയിൽ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. പക്ഷേ വിഷയം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ തുഴഞ്ഞു വന്നപ്പോൾ 2.5 മണിക്കൂർ എടുത്ത്. എൻ്റെ പതചാടിയെന്ന് വേണം പറയാം. തുഴഞ്ഞ് മടുത്ത്. എന്നാലല്ല നമുക്ക് നോക്കാം. മീൻ കിട്ടിയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല കേട്ടോ. ചെറിയൊരു പുല്ലിനാണ് കേട്ടോ നിൽക്കണം. ഇപ്പോൾ ഉണ്ട്. ഇതെന്നാ സംഭവിച്ചാൽ നമ്മളിപ്പോൾ കുത്തി വള്ളത്തിട്ട് കഴിഞ്ഞാൽ ഇവൻ കിടന്ന് ഭയങ്കര പെടയായിരിക്കും. പിടച്ച് കഴിഞ്ഞാൽ ഈ വേറെ മീനുള്ളതെല്ലാം ഓടിപ്പോവും. ഈ വള്ളത്തിനകത്ത് കിടക്കടാ വെച്ച് വച്ചെടുക്കുമ്പോഴേ. അതുകൊണ്ട് അവനവിടെ നിൽക്കട്ടെ. നമുക്ക് വേറെ ആൾക്കാരൊക്കെ പിടിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇവന്മാരെ പിടിക്കാൻ കിട്ടുമെങ്കിൽ പിടിക്കാം. ഇവിടെ ഒരു മുഴുത്തൊരു മഞ്ഞക്കൂരി കിടപ്പുണ്ട്. കുത്ത് നോക്കട്ടെ. അയ്യോ കുത്ത്. കുത്ത് കൊണ്ടിട്ട് കമ്പിന്ന് പോയി കേട്ടോ. എന്നാ വെച്ചാൽ ഞാൻ അറച്ചറച്ചാണ് കുത്തണം. ഈ കൽക്കട്ട കാരണം. ഓ, കരിമീൻ നിപ്പുണ്ട്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവേ. അവൻ ആ ചവറിൻ്റെ ഇടയിലാണ്. പോയാ? ഇല്ല, ഓടി ചവറിനകത്ത് കയറുവേ. ഇനി വലക്കാത്തിട്ട് കയറുള്ളൂ. ഉണ്ട്. അമ്പോ, ഞാനോടത്തവൻ പോകുന്നു. കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് ആദ്യത്തെ കരിമീൻ അടിച്ചിരിക്കും കേട്ടോ. കുറച്ച് ഇത്രയും ദൂരം തുഴഞ്ഞാലല്ല ഒരെണ്ണം കിട്ടിയല്ലോ. ഇതാണ്ട് ഒരു ചെറുമീൻ്റെ കുഞ്ഞ് കിടക്കാണ്ട. പുള്ളി അനങ്ങാതെ കമ്പിൻ്റെ ഇടയ്ക്ക് ഒളിച്ച് കിടക്കുമായിരുന്നു. ഞാനും വലുതാണെന്ന് വിചാരിച്ചാൽ നോക്കിയിരുന്നത്. പക്ഷേ വലുതൊന്നുമില്ല, തീർത്തും ചെറുതാണ്. അത് കാരണം നമ്മളവനെ ജീവിക്കാൻ വേണ്ടി വിടുക. ഇവിടെ നമ്മുടെ സ്ഥിരം ആൾ നിൽപ്പുണ്ട്. ആറ്റുചെമ്പിൽ നിൽപ്പുണ്ട്. ഇങ്ങനെ കോരാൻ പറ്റുമോ നോക്കാതെ. കുത്തണ്ട, കോരാൻ പറ്റുമോ നോക്കട്ടെ. നിൽക്കണതാണ്. അതിനൊരു ചാക്കെന്തോ കിടപ്പുണ്ട് അതിൻ്റെ മറയില. പോലെ പുറകോട്ട് പോലും. പോന്നു. അയ്യോ, അവൻ പോകേണ്ടതായിരുന്നു. പക്ഷേ അവൻ നേരെ നമ്മുടെ വലയിൽ കയറി. അവൻ്റെ സമയം മോശമായിരുന്നു. ഈ കാഴ്ച എങ്ങനെയുണ്ട്? കിടിലൻ കാഴ്ചയല്ലേ? സാധാരണ നമ്മൾ ഇതിനെ ഒറ്റക്കായിട്ടല്ലേ കാണാറുള്ളത്. ഇതേ ജോഡിയായിട്ടിരിക്കും കേട്ടോ. നമ്മൾ മുന്നേ കണ്ടില്ലേ, സെയിം സാധനം തന്നെയാണ്. കോമൺ കിങ് ഫിഷർ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അതായത് നീലപ്പൊന്മാൻ എന്ന് പറയും, താഴ്വാര പൊന്മാൻ എന്നൊക്കെ പറയും. ചെറിയ പൊന്മാൻ കേട്ടോ. അപ്പോൾ ഇത് രണ്ടുപേരും ജോഡിയായിട്ട് കയറിയിരിക്കുക. ആടും പെണ്ണുവാൻ തോന്നണം. അഥവാ ഇനി കൂട്ടുകാരാണെന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു കാഴ്ച. ഇവിടെ അടിയിലൊരു പുല്ലും കിടപ്പുണ്ട്. പക്ഷെ കല്ലാണോ ഒന്നും അറിയാൻ മേല. പുല്ല് കിടക്കണയാണ്. ഒരു കുത്തം കൊടുക്കാം. കൊണ്ട് മിക്കവാറും ബുക്കെടുക്കുമ്പോൾ പോകും. എന്നാ വെച്ചാൽ കുത്തി താത്തി കണ്ട ചെളിയിലോട്ട് താന്നു പോയി. കമ്പിയോട് കൂടിയാണ്. കമ്പിയിലുണ്ട് കേട്ടോ. കമ്പി കിടന്ന് പിടക്കമുണ്ട്. പോയിരുന്നാൽ പിന്നെ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കിട്ടി വളർത്തിട്ട് കഴിഞ്ഞാൽ ചെമ്മ പിടച്ചുകൊണ്ടിരുന്നിരുന്നിരുന്ന് ഉള്ള മീനെല്ലാം ഓടിക്കും. എന്നാലും കുത്തിയതല്ലേ, ഇരിക്കട്ടെ. പോരട്ടെ. കണ്ടതേ നല്ല മുഴുത്ത പുല്ലാണ് കേട്ടോ. പോകണ്ട. കുത്ത് കൊണ്ടിട്ട് പോയിരുന്ന അത്ര. പോരട്ടെ. വേണ്ട, നല്ല മുറ്റു പുല്ലനെ. ഇവനെടുത്ത് വലക്കാത്ത് കയറ്റില്ല. ഇല്ല, ചുമ്മാ വളർത്തുന്ന ചന്നം പിന്നെ പിടിച്ചോണ്ടിരിക്കും. ഒരു ചെറിയൊരു വാഗയുടെ കുഞ്ഞു നിൽക്കുന്നത്. വേറെ വലുതൊന്നും ഇല്ല. ഈ ചെറുതായി കണ്ട ഈ നിൽക്കണ പുള്ളി. ഒരിത് മുഴുത്തായിരുന്നെങ്കിൽ നമുക്ക് പണി കൊടുക്കാമായിരുന്നു. ചെറുതാ. ഇത് കണ്ട അവിടെ നിന്നോട്ടാ. ഇത്ര നേരം നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയിൽ കണ്ടോളൂ. ഇത് കണ്ട പുറകിൽ നിന്നുള്ള എന്നെ രസം നോക്കി. അവൻ്റെ കളർ കണ്ട. ഓ, എന്ന ഗ്ലാമറല്ലേ.
നമ്മുടെ സെയിം സാധനമല്ല, മുന്നേ കണ്ട സാധനമാണ്, കോമൺ കിങ് ഫിഷർ ആട്ടോ. അടിപൊളി. ഇതിവിടെ ഒരു മുഴുത്തൊരു സിലോപ്പി നിൽപ്പുണ്ടേ, കുത്തു നോക്കട്ടെ. ആ കുത്തുകൊണ്ട് കേട്ടോ, നല്ല മുഴുത്തൊരു സിലോപ്പിയ. നമുക്ക് കൊണ്ടുപോയി പൊരിക്കാവന. വള്ളത്തെ കയറിയിട്ടില്ല, അതിന് മുമ്പേ പ്ലാൻ ചെയ്യുക പൊരിക്കാന്നൊക്കെ. നമുക്ക് പിന്നെ അഹങ്കാരത്തിന് പിന്നെ കുറവില്ലാത്ത ആളായ കാരണം പിന്നെ മുൻകൂട്ടി എന്തും പ്ലാൻ ചെയ്യാമല്ലോ അല്ലേ. പന്നി സിലോപ്പി അങ്ങനെ അവനെ നമുക്ക് കിട്ടി. ഒരു കിടിലൻ കാഴ്ച കാണിച്ചു തരാം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, രാത്രി മീനിന് പോകുമ്പോൾ പ്രേതങ്ങളെ കാണാറില്ല, ഭൂതങ്ങളെ കാണാറില്ല, പേടിയില്ലെന്നൊക്കെ. നമ്മൾ പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒന്നും പേടിക്കണില്ല. പക്ഷേ ഇതുപോലെ കാടുകളുടെ അടിയിൽ കൂടിയാണ് നമ്മളെ വള്ളം പണി. ഇതുണ്ട് നമ്മുടെ വള്ളം ഇതിങ്ങനെ സൈഡ് വഴിയൊക്കെ കയറിയായിരിക്കും നമ്മൾ മീൻ നോക്കി പോകുന്നത്. കാരണം ഈ സൈഡിൽ മീനുണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റും. അന്നേരമാണ് കിട്ടുന്ന പണീനറിയോ, ഇതേപോലെ മരത്തിൻ്റെ മേലോട്ട് നോക്കിയേ ഒരാൾ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാണ്ട. മനസ്സിലായില്ലേ? ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചാൽ. ഈ ആളാരാന്നറിയോ? അല്ല, മുറ്റി മഞ്ഞച്ചേര കയറി കിടക്കുന്ന കിടപ്പ് വേണ്ട. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാടിൻ്റെ അകമ്പടിയൊക്കെ പോയി കഴിയുമ്പോൾ ഈ കാടൊക്കെ ഒന്ന് കുലുങ്ങിക്കാൻ നേരെ നമ്മുടെ തലയിലിട്ട് തന്നെ വന്ന് വീഴും. ഇത് മഞ്ഞച്ചേരായുണ്ട്, നല്ല മൂർക്കനൊക്കെയാണ് തീർന്ന് കടിച്ച് ആൾ വള്ളത്തേക്കിടും ചത്തുപോകും. അപ്പോൾ ഇതൊക്കെ മാത്രമേ ഡേഞ്ചറുള്ളൂ രാത്രി മീൻപിടുത്തത്തിൽ. ഇവിടെ വന്നപ്പോൾ അടിപൊളി ഒരു സ്ഥലം. ഇത് കണ്ട, ഇത് താമരക്കുളം ഈ കാണണം. ഇത് മൊത്തം താമരയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് എന്നാകലൊക്കെ മീൻ കിട്ടും. ഒന്നും ഉണ്ടായില്ലെന്നോട് സങ്കടപ്പെട്ട് വന്ന കേട്ടാ. അടിപൊളി ഒരാളിരിക്കാണ്ട, കിഡിലൊരു കൊഞ്ചിരിക്കണ്ടതേ. താമരക്കുളത്തിൽ താമരക്കാലം കൊഞ്ചിരിക്കാണ്ട. എന്തി രംഗത്ത് വാ. ഇരിക്കണ്ട, താമരക്കുളത്തിലെ താമരക്കാലം കൊഞ്ചേ നമുക്ക് പോയേക്കാം. ഈ നാട്ടിൽ ഇനി വേണ്ട. അയ്യോ, പഞ്ഞിക്കൊഞ്ച പഞ്ഞിയെങ്കിൽ പഞ്ഞി പോരട്ടെ. വിട് അതിന്ന് വിട്. അങ്ങനെ താമരക്കുളത്തിൽ നിന്ന് താമരക്കാലം കൊഞ്ചിനെ കിട്ടി കേട്ടോ. ഇവിടെ നല്ലപോലെ മീൻ കുറയാൻ കാരണം അറിയോ? അത് കണ്ട, നമ്മുടെ ഓപ്പോസിറ്റ് വേറെ ആൾക്കാർ മീൻ നോക്കുന്നുണ്ട്. അത് കാരണം മീൻ നല്ലപോലെ കുറവ്. വെറുതെ അല്ല, ഞാൻ ഓർത്ത് ഇത്ര മീനെന്നെ ഒന്നും കാണാത്തതെന്ന് ഓർത്ത് സങ്കടപ്പെട്ട് വരികയാണ്. അവരെല്ലാം തൂത്ത് വാരിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ട് ഇനി കാര്യമില്ല, നമുക്ക് വേറെ സ്ഥലം പിടിക്കാം. കമ്പിൻ്റെ ഇടയിൽ മൊത്തം നമ്മുടെ ആറ്റുചെമ്പൽ കയറിയിപ്പുണ്ട് കേട്ടോ. വലുതും ചെറുതൊക്കെ ആയിട്ട് കുറേ നിൽപ്പുണ്ട്. അവർ മുഴുത്തത് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഒത്തിരി വലിയ മുഴുത്തിനൊന്നും കണ്ടില്ല. ഇടത്തര ആളിത് ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ കിട്ടിയൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു കുത്തു കൊടുത്തിട്ടുണ്ട്. ആ കമ്പിൻ്റെ ഇടവിലായിരുന്നു കുത്തുകൊണ്ട്. ഇതിലെ കമ്പി ഇരിക്കണ്ടോ? ഇങ്ങനെ വാ. അയ്യേ, അത് മണ്ടത്തിലും കാണിച്ചു. ഇല്ല, കുഴപ്പമില്ല. അയ്യോ പോവല്ലേ. ഒരുപാട് വലുതൊന്നുമല്ല കേട്ടോ, ഇടത്തര സാധനം. പുല്ലൻ്റെ മുഴുപ്പുണ്ടത്. ഇത് പാഞ്ഞു പോണു. ഇവിടെ ഒരു കരിമീൻ നിൽക്കണ നിൽപ്പുണ്ട. പോവല്ലേ. ഓടല്ല. അവരക്കകത്ത് കയറി. ഇനി അത് ഒക്കെ എടുക്കലാണ് റിസ്ക്. ഒയ്യോ, ഒലക്കകത്ത് ഇരിക്കണ്ട. ഞാൻ ഓടുന്നത് പോയെന്ന്. എൻ്റെ പൊന്നെ, അതൊന്ന് ചാടിയതാട്ടാ. പക്ഷെ അവൻ രക്ഷപ്പെട്ടില്ല. പുല്ലും കിടക്കണ്ട. പോലെ പോണ്ട്. പുള്ളി ഓടാൻ നോക്കിയതാണ്, കുത്തുകൊണ്ടിട്ടുണ്ട്. പോവല്ലേ. ഈ പുല്ലിൻ്റെയൊക്കെ മാംസത്തിന് തീർത്തും കട്ടി കുറവായിരുന്നേ. പിടച്ച് ഞാൻ പെട്ടെന്ന് ഊരിപ്പോയി. അവൻ്റെ തെങ്ങി കയറിയാക്കണ ഇല്ലെങ്കിൽ അവന് ഊരിപ്പോയാൽ. ഇതിൻ്റെ അകത്തെ നിറച്ച് ആറ്റുചെമ്പല്ലി കരിമീനൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കരിമീനെ പിടിക്കാം. ആറ്റുചെമ്പല് പോയാലും കുഴപ്പമില്ല, കരിമീൻ മുഴുത്ത കരിമീൻ നിൽക്കണം. ഈ കമ്പിൻ്റെ ഇടയിലായിരുന്നേ ഇച്ചിരി പാടാണ് അവനെ പിടിക്കൽ. നമ്മുടെ വല എങ്ങനെയും വല കയറി ഉടക്കും. നമ്മുടെ ആറ്റുചെമ്പിൽ പുറത്തിറങ്ങി. അപ്പോൾ നോക്കട്ടെ അവനെ കിട്ടുമോ നോക്കട്ടെ. കരിമീനകത്ത് തന്നെ നിൽക്കണം, കരിമീൻ പോയാലെന്നാണ് ഒരു വിശ്വാസം എൻ്റെ. ആറ്റുചെമ്പല് കിട്ടണേ നോക്കാമല്ലോ. ഒന്ന് കയറിക്കേ. അവൻ്റെ നൈസായിട്ട് വലക്കാത്ത് കയറി കേട്ടാ. ഇത്രയും മുഴുത്ത സാധനത്തിന് എങ്ങനെ വിടുമല്ലേ. കണ്ട പിള്ളേർ തൊട്ടിൽ കിടക്കണ പോലെ കിടപ്പുണ്ട. പരീക്ഷിച്ച് നോക്കട്ടെ അവനെ. ഞാൻ ആ കമ്പൊക്കെ കുറച്ച് മാറ്റി, എന്നാലും പണിയാണത്. ശ്രമിച്ച് നോക്കാം. കയറി. പോന്ന്. ഈ കായ തന്നെ അറിയോ? ഇതാ മറ്റേ നോനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പഴമാണ് കേട്ടോ. ഇതെന്താ ഈ ഷുഗറിനും പ്രഷറിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പഴമാണ്. ആയുർവേദമാണ് കേട്ടോ സംഭവം.
നോനിപ്പഴം. ഈ എന്നാന്ന് മറ്റേ ഫിലിപ്പീൻസും ചൈനക്കാരൊക്കെ ചുമ്മാ പച്ചക്ക് അടിച്ചിരുന്ന സാധനം. പക്ഷെ ഭയങ്കര മത്ത് മണം കേട്ടോ സാധനം. ഇത് മറ്റേ എന്താ പറയുക, ഒരു ലേഹ്യം പോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. പ്രഷർ ഷുഗറൊക്കെ പമ്പ് കിടക്കുമെന്നാണ് പറയണം. അയ്യോ ഭയങ്കര മത്ത് പിടിച്ച് മണം. ഇവിടെ ഒരു ചേറുമീൻ കിടപ്പുണ്ട്. കുത്തുകൊണ്ട് അവനെ ഇവിടെ അടിയിൽ പന്നി കിടക്കുകയായിരുന്നു. അടിയിൽ അനങ്ങാണ്ട് കിടക്കണം. അവൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. കമ്പിയിലുണ്ടായിരുന്നു, കുത്തുകൊണ്ട് പോയാ ഇല്ല അവൻ്റെ മർമ്മ സ്ഥാനത്തിൽ കൊടുത്ത കാരണം മയങ്ങിപ്പോയി. അങ്ങനെ വലിയ മയങ്ങുകളൊന്നും അല്ലെന്ന് തോന്നുന്നു. പൊങ്ങി വാ. ഇപ്പോൾ ഒരു പിടയുണ്ടേ, ഒറ്റ പിടയുണ്ട് ഇപ്പോഴേ. പിടക്കാത്ത തന്നെ വള്ളത്തെ കയറിക്കഴിഞ്ഞ് പിന്നെ പിടച്ച കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് എൻ്റെ പൊന്ന്? എന്നെ പിട പിടച്ച് ആൾ ചെറുതേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ വള്ളം പൊളിച്ചനല്ലോ. വലക്കാത്തെടുത്തിട്ടെ. നമുക്ക് പിന്നെ കുറേ കരിമീൻ കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ കാണിക്കാന്ന് വെച്ചാൽ കരിമീൻ മാത്രം കോർണ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരു മടുപ്പ് വരികയല്ലേ. അത് കാരണം ഞാൻ കാണിക്കാൻ കേട്ടാ. ഇവിടെ ഒരു കരിമീൻ ഇപ്പുണ്ടേ. വേറെ കരിമീൻ എന്നാൽ അവനെ പിടിക്കാം. നല്ല മുറ്റ് കരിമീൻ. ഒരെണ്ണത്തിനെ കണ്ട് കോരാൻ വേണ്ടി വന്നപ്പോൾ വേറെ ഒരുത്ത കൂടി അവനെ കോരാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. വേറെ ഒരുത്തും കൂടി ഉണ്ടായിരുന്നു, അവനെയും കിട്ടി. ചില ദിവസങ്ങളിൽ നമ്മൾ നേരെ വെളുക്കണവരെ നടന്നാൽ ഒരു തേങ്ങ പോലും കിട്ടിയാൽ ചില ദിവസങ്ങൾ നേരെ തിരിച്ചറിയരുത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ചാകരയായിട്ട് മീൻ കിട്ടും. ഇന്നിതേ അതുപോലൊരു ദിവസം കേട്ടാ. ആറ്റുചെമ്പല്ലി ഒരെണ്ണം പമ്മി നിൽക്കണം. അവനെ കോരി അവനിങ്ങനെ പോകുന്നു കേട്ടോ. ഈ സാധാരണ നമ്മുടെ ആറ്റുചെമ്പലിൽ അങ്ങനെ ഇങ്ങനെ കിട്ടിയാലാത്ത കോരാൻ. പക്ഷെ ഇപ്പോൾ കോരണ എല്ലാം നമുക്ക് കിട്ടണമുണ്ട്. വീണ്ടും ഇതേ നമ്മുടെ ആറ്റുചെമ്പല്ലി കയറി വലക്കാത്ത കയറി. അയ്യോ ചാടിയോ ചാട്ടം കണ്ടോ? ഒമ്പോ അയ്യോ അവന് ചാടിയ വള്ളത്തിൻ്റെ അപ്പുറം വഴി ചാടിപ്പോയി. എല്ലാം കിടപ്പുണ്ട്, കുത്തി നോക്കട്ടെ. അയ്യോ എന്നാ സംഭവിച്ചു? അവൻ്റെ തലക്കെട്ട് കുത്തു കൊണ്ടതായിരുന്നു കേട്ടോ. അത് ഇപ്പോഴത്തെ കിടപ്പുണ്ട്, ഇതേ പോകുന്നുണ്ട്. ഇതേ പിന്നെയും പാളിപ്പോയി. അതെന്നാ സംഭവിച്ചാൽ ഇവിടെ കരിങ്കല്ലുണ്ട്. അത് കാരണം ഞാൻ ഇത്ര പവർ കൊടുത്തല്ല കുത്തിയത്. അതുകൊണ്ട് തന്നെ ആശാൻ മയങ്ങി ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. പുല്ലം കിടക്കണ കിടപ്പ് കണ്ട. ഇവനെനിക്ക് പിടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ കല്ലായത് കാരണമാണ് പ്രശ്നം. എങ്കിലും ഒരു കുത്ത് കൊടുത്ത് നോക്കാം. കുത്തിക്കൊണ്ടിട്ടുണ്ട്. അയ്യോ കണ്ട പോയെന്നാ തോന്നണം കേട്ടോ. ഇല്ല കണ്ട അടിയിൽ കല്ലാന്ന്. കല്ലായ അങ്ങോട്ട് കുത്തി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അല്ലേ കുഴപ്പമില്ലായിരുന്നു, അതൊന്ന് കിട്ടിയവനെ. ഇന്ന് നമുക്ക് മീനുകൾ മാത്രമല്ല കേട്ടോ, അതേ കിളികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ഇപ്പോൾ കണ്ട സാധനം തന്നെ കോമൺ കിങ് ഫിഷർ, അതായത് നീലപ്പൊന്മാൻ. അതിൻ്റെ തൊട്ട് മേടിയത് പിന്നെ അറിയാം, നമ്മുടെ വണ്ണാത്തിപ്പുള്ളെന്ന് പറഞ്ഞ സാധനം, മാക്ബൈ റോബിൻ. അങ്ങനെ രണ്ടുപേരും ഇവിടെ ഇരിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഈ വണ്ണാത്തിപ്പുള്ളിൻ്റെ ജോഡിയുണ്ട്, അത് മേലോട്ട് പറന്നു പോയി. രണ്ടുപേരും കൂടി ഒരേ സ്ഥലത്തിരിക്കുക. വേണ്ട പറക്കണ്ട, ഞാൻ പോയി തരാം. എന്നാൽ പിന്നെ നമ്മുടെ പരിപാടി അങ്ങ് നിർത്തിയേക്കാം. ഇപ്പം തന്നെ ഒരുപാട് സമയമായി. എന്തുപോലെ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി എടുത്ത തീരുമാനം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ന്യായമായ രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അമ്പോ കരിമീനും എല്ലാ മീനും ഉണ്ട്. പിന്നെ നമ്മളെ ഒഞ്ചും ചെറുമീനൊക്കെ പുല്ലനൊക്കെ കിടക്കണം. അയ്യോ നല്ലപോലെ മടുത്ത് കേട്ടാ. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു, സമയം നോക്കട്ടെ, 2:45 കേട്ടാ. അയ്യോ നേരം വിളിക്കാറായി, 2:45. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തുഴഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കറക്റ്റ് 5 മണി കഴിയും. നേരെ പിന്നെ മാർക്കറ്റിലോട്ട് പോയച്ചാൽ മതി. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് കുശാലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടി നിർത്തുവാണേ. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്നുള്ള പരിപാടിയായിരിക്കും. കാരണം വെള്ളം എപ്പോൾ തെളിയണോ അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും. വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, പക്ഷേ കിട്ടണേ കിട്ടുള്ളൂ. വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റം കയറണവരെ, അതായത് വേലിയേറ്റം വന്നവരെ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ 12 മണിയാകും, 1 മണിയാകും, 2 മണിയാകും. ആ സമയത്ത് ചുമ്മാ നോക്കിയിരുന്ന് ഉറക്കം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് കിട്ടണ പോലെ മീൻ പിടിച്ചോണം. അപ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പെട്ടെന്നുള്ള മീൻ പിടുത്തമൊക്കെ? അപ്പോൾ നമ്മുടെ ഈ മീൻ പിടുത്തം ഈ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേട്ടാ.
അപ്പോൾ ഒരുപാട് ഫിഷിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ട്രാവലിംഗ് ഫോറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ട് കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.